അദ്ദേഹം പറഞ്ഞു, ശ്രീ ടി പി ജയേന്ദ്രൻ പറഞ്ഞത് ശരിയാണല്ലോ. ഞാനും നേരത്തെ അതാണ് പറഞ്ഞത്. ഈ കണക്ക് കൃത്യമായിട്ട് എന്തുകൊണ്ട് പോലീസ് ആസ്ഥാനത്തില്ല? ഇതിപ്പോൾ ആർക്കാണോ റിപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ശിക്ഷണ നടപടിയാണല്ലോ ഇവിടെ വരുന്നത് ആദ്യം, ഇല്ലേ? അങ്ങനെയാണല്ലോ ഈ ശ്രീകാര്യത്തെ SHO ആയിരുന്ന ഇദ്ദേഹത്തിനെതിരെ, അഭിലാഷ് ഡേവിഡിനെതിരെ നടപടി ഉണ്ടായത്. അവിടെ നിന്ന് നേരെ റെയിൽവേയിലേക്ക്, അല്ലേ, അങ്ങോട്ട് മാറ്റപ്പെടുന്നു. ആ സമയത്ത് ഈ ഗുണ്ടാബന്ധത്തിൻ്റെ പേരിൽ സസ്പെൻഷനിലാകുന്നു. അപ്പോൾ അതിന് മുൻപിരുന്ന ശ്രീകാര്യം SHO ആയിരുന്ന സമയത്ത് അവിടെ ഒരു പീഡന കേസ് അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയെന്ന് കണ്ടെത്തിയതോടുകൂടി അത് ഡിസ്മിസിലാവുന്നു, ഇല്ല? ഇങ്ങനെയല്ലേ സംഭവിച്ചത് യഥാർത്ഥത്തിൽ? ഈ അന്നത്തെ വിവരം ഇങ്ങനെയാണ്, അന്ന് പോലീസ് നൽകിയ വിവരമനുസരിച്ചാണ് മാധ്യമങ്ങൾ ആ വാർത്തയും നൽകിയത്. പക്ഷേ എന്തുകൊണ്ട് ഇതിനൊരു ആധികാരിക രേഖ ഉണ്ടാകുന്നില്ല? പോലീസ് ആസ്ഥാനത്തേക്ക് വിവരാവകാശ നിയമപ്രകാരം ചോദിക്കുമ്പോൾ ഈ പറയുന്ന 144 പേരുടെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഇല്ല, പട്ടികയില്ല. അങ്ങനെ അല്ല, അതുകൊണ്ട് ഞാൻ പല സന്ദർഭത്തിലും ഇടതുപക്ഷ ഗവൺമെന്റിനെ ഉയർത്തി കാണിച്ചു, അല്ലെങ്കിൽ പുകഴ്ത്തി പറഞ്ഞു. കാരണം 509 പത്രത്തിൽ വന്നത് 509 പേരെ പോലീസിലെ ക്രിമിനലിന്റെ ലിസ്റ്റ് റെഡി ആയിട്ടുണ്ട്. 144 പേരെ പിരിച്ചുവിട്ടു. അതിനകത്ത് 22 പേരെ പിരിച്ചുവിട്ടത് ആദ്യം ഈ അഭിലാഷ് ഡേവിഡ് ഉൾപ്പെടെ 2 DYSമാരും 2 പോലീസുകാരും അഭിലാഷ് ഡേവിഡും. അതൊക്കെയാണ് അന്ന് വാർത്ത. ആ വാർത്തയൊക്കെ ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കാരണം നമുക്ക് വേറെ ഈ വിവരാവകാശം വെച്ച് ഒന്നും എടുക്കാൻ സാധ്യതയില്ലാത്തതുകൊണ്ടല്ലേ എടുക്കാൻ ശ്രമിക്കാത്തത് കൊണ്ട് ഈ പത്രവാർത്തകളെല്ലാം കൃത്യമായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതിനകത്ത് തുടക്കത്തിലെ ഈ പിരിച്ചുവിടലിന്റെ കാര്യം പറഞ്ഞ അതിൽ ഒന്നാമത്തെ ആള് അഭിലാഷ് ഡേവിഡ്. പക്ഷേ ലിജീഷ് പറയുന്ന കാര്യം പിരിച്ചുവിട്ടിട്ടില്ല എന്നാണ് ജോ ജോസഫ്. ലിജീഷ് അത് അന്വേഷിച്ചിട്ടാണ് പറയുന്നത്. അന്ന് സസ്പെൻഷനേ ഉണ്ടായിട്ടുള്ളൂ, ഇൻക്രിമെന്റ് കട്ടാക്കുകയായിരുന്നു എന്നാണ്. അപ്പോൾ സസ്പെൻഷനിലായിരുന്നയാൾക്ക് സ്വാഭാവികമായിട്ടും അന്വേഷണം കഴിയുമ്പോൾ തിരിച്ചെത്താമല്ലോ. എന്താണ് തീരുമാനമെന്ന പ്രകാരം? അല്ല, നമുക്ക് ഇതുപോലെയുള്ള ബന്ധമൊക്കെ ഇന്റലിജൻസിന്റെ ഉണ്ട്, പോലീസിന്റെ റിപ്പോർട്ടുണ്ട്. അതിന് നടപടിയെടുത്ത് അയാൾ നിയമപരമായിട്ട് എന്തെങ്കിലും അതിനകത്ത് എന്തെങ്കിലും മേൽമ ഉണ്ടാക്കിക്കൊണ്ട് വന്നാൽ തന്നെയും ഭരണഘടനയുടെ 314 ഗവൺമെന്റിന് പിരിച്ചുവിടാവുന്നേ. ഗവൺമെന്റിന് ബോധ്യം വരണം, അത് പിരിച്ചുവിടാം. DGPക്ക് റെക്കമെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ 226 അനുസരിച്ച് ഹൈക്കോടതി പോയി നമുക്ക് ഇയാളെ പിരിച്ചുവിടാം. അങ്ങനെയൊക്കെയുള്ള സംവിധാനം കേരളത്തിലുണ്ട്. പക്ഷേ അതാരും ഉപയോഗിക്കുന്നില്ല. അതിന്റെ അർത്ഥം ഇവരെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് ഈ വരുന്നത്. ഇങ്ങനെ അത് തന്നെയല്ലേ പോലീസ് സംഘടനയ്ക്ക് ഒരു ഇന്ത്യയിൽ മറ്റൊരു സ്റ്റേറ്റും ഇല്ലാതെ ഇവിടെ പൊളിറ്റിക്കലായിട്ട് ഇവിടെ ആ പോലീസ് സംഘടനയെ പൊളിറ്റിക്കലായിട്ട് തന്നെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതൊക്കെ കേരള പോലീസിന് വലിയ ദൂഷ്യം ചെയ്യുന്നത് നമ്മൾ പണ്ട് മുതലേ ഞാൻ ഒറ്റയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ആരും അത് അംഗീകരിക്കുന്നില്ല. രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ ഈ പോലീസ് സംഘടനയുടെ അസോസിയേഷൻ ഇടതുപക്ഷം വരുമ്പോൾ ഇടതുപക്ഷത്ത് നിൽക്കും അവർ, വലതുപക്ഷം വരുമ്പോൾ വലതുപക്ഷം നിൽക്കുന്ന പോലീസ് അസോസിയേഷനാണ്. അങ്ങനെ അത് അവർ മുതലെടുക്കുന്നതാണ്. അതുകൊണ്ട് അത് പാടില്ല. കാരണം അങ്ങനത്തെ കണ്ണുകൊണ്ടേ കാണാൻ പറ്റുള്ളൂ. ഇപ്പം തന്നെ ഷാഫി ഇപ്പം അഭിലാഷ് ഡേവിഡ് ആണ് എന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് സംസ്ഥാന DGPയോ അല്ലെങ്കിൽ അവിടുത്തെ ഇന്റലിജൻസ് മേധാവിയോ അല്ലെങ്കിൽ ആ റൂറൽ SP അവരാരും ആ ഷാഫി എന്ന MP അടിച്ചത് ഇതുവരെ പറയാത്തത്? അത് ഇതുവരെ പറഞ്ഞില്ലല്ലോ. പോലീസിന് എന്തെല്ലാം കോംപ്ലിക്കേറ്റഡ് കേസുകളാണ് പോലീസ് അന്വേഷിച്ച് തെളിയിക്കുന്നത്. എന്തുകൊണ്ട് അടിച്ച ആളെ പറഞ്ഞില്ല? പോലീസുകാരനാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് നമ്മൾ കണ്ടതാണ്. അടിക്കുന്ന 3 പ്രാവശ്യം അടിക്കുന്നത് കണ്ട് ഹെൽമറ്റ് വെച്ചിട്ടുണ്ട്. ഇപ്പൊ അതിന് പല ഡിഫൻസ് വരുന്നത്. എന്തുകൊണ്ട് പോലീസ് അത് റിവീൽ ചെയ്യുന്ന? അത് കണ്ടുപിടിക്കാൻ കേരള പോലീസിന് എന്താ ഇത്ര ബുദ്ധിമുട്ട്? എന്താണ് ഇത്ര പ്രയാസം? അപ്പൊ അവിടെ വന്നപ്പോൾ ഇപ്പം ഇയാളാണ് കളങ്കിതനായ ഒരാൾ അവിടെ ഇരിക്കുന്നു. അയാൾ ഡ്യൂട്ടിക്ക് പോയിരിക്കുന്നു. എന്തായാലും അയാളെ എന്തിനാണ് ഡ്യൂട്ടിക്ക് ഇറക്കിയത്? അപ്പൊ അവർക്കൊക്കെ വ്യക്തമായ രാഷ്ട്രീയ ചായ്വ് ഉണ്ടെന്ന് കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം അയാളുടെ പ്രീവിയസ് ഹിസ്റ്ററി മുഴുവനാണ്. തിരുവനന്തപുരത്തെ അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഗുണ്ടയായിരുന്ന 2 പേരെ പ്രൊട്ടക്ട് ചെയ്യുകയും അയാളുമായിട്ട് ബന്ധപ്പെടുകയും അയാളുടെ പണം വാങ്ങിക്കുകയും ഒക്കെ ചെയ്ത ആരോപണം കിടക്കുന്നുണ്ട്. ഇതിനൊക്കെ തെളിവ് എവിടെയാണെന്നാണ് ലിജീഷ് ഇവിടെ ചോദിച്ചത്. ഈ നടപടി എടുത്തതിന് തെളിവില്ല. നമ്മൾ എവിടെ പോയി തെളിവ് കൊണ്ടുവരും ശ്രീ ജോസഫ്? അത് അല്ല, തെളിവെടുക്കാൻ എന്താ ബുദ്ധിമുട്ട്? ആ ഗുണ്ടയെ പിടിച്ച് സ്റ്റേറ്റ്മെന്റ് എടുക്കണോ? ഇയാളുമായിട്ട് ബന്ധമുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും മണി ട്രാൻസാക്ഷൻ ഉണ്ടോ, അയാളുടെ വീട്ടിൽ വന്നിട്ടുണ്ട്, ഇതിനൊക്കെ എന്താണ് ബുദ്ധിമുട്ട്? എനിക്ക് മനസ്സിലാകുന്നില്ല. തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ തെളിവുണ്ട്. തെളിവെടുക്കാത്തത് കൊണ്ടല്ലേ പ്രശ്നം. അതുകൊണ്ട് അതൊന്നും യോജിക്കാൻ പറ്റില്ല. മോശമായ ചരിത്രമുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടണമെന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന് അതിന് അധികാരം ഉണ്ടെന്നാണ് ഞാൻ 315 കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞത്. ഗവൺമെന്റിനുണ്ട്, അതുപോലെ ഹൈക്കോടതിക്കുണ്ട്. ഹൈക്കോടതി കൊടുത്താൽ മതി. ഇയാൾ ഇന്ത്യയിൽ എവിടെ പോയാലും രക്ഷപ്പെടത്തില്ല. പക്ഷേ ഗവൺമെന്റ് ഒരു സോഫ്റ്റ് കോർണർ കാണിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവർ സർവീസിൽ വരും. അതുകൊണ്ട് ഈ 144 പേര് ഇപ്പോൾ സർവീസിലുണ്ടാവും. വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ പിരിഞ്ഞു പോയിട്ടുള്ളൂ. കാരണം
അത് ഇപ്പോഴാണ് നമുക്കത് ബോധ്യപ്പെടുന്നത്. കാരണം പിരിച്ചുവിട്ട ആദ്യത്തെ 3 പേരിലെ ഒരാളാണ് അഭിലാഷ് ഡേവിഡ്. അങ്ങേരിപ്പം അവിടുത്തെ കൺട്രോൾ റൂമിൽ സർക്കിൾ ഇൻസ്പെക്ടറായിട്ട് അവിടെ തന്നെയുണ്ട്. അയാൾ ഈ ഡ്യൂട്ടിക്ക് വന്നിരിക്കുന്നു. അപ്പം ഡിസോണസ്റ്റ് ഇന്റൻഷൻ ഉള്ളവർ ഉണ്ട് അവിടെ. അപ്പൊ അവരെ അടിച്ചെന്ന് പറഞ്ഞാൽ അത് നിഷേധി അല്ല, അടിച്ച ആളുടെ പേര് പറയട്ടെ പോലീസ്. ശരി, ശ്രീ എൽ ജി ലിജീഷ്, ഇത്